കേരള സർവകലാശാലയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. അവിടെ വി സിയുടെ ഭാഗത്ത് നിന്ന് മറ്റു ചില നീക്കങ്ങൾ സംഭവിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സിൻഡിക്കേറ്റിനെതിരെ വീണ്ടും വി സിയുടെ ഇടപെടൽ. സിൻഡിക്കേറ്റ് റൂം ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി വീണ്ടും ഉത്തരവ് വന്നിരിക്കുന്നു. സിൻഡിക്കേറ്റ് യോഗത്തിനും അതിനു മുൻപുള്ള സ്ഥിരം സമിതി യോഗത്തിനും മാത്രമാണ് റൂം അനുവദിക്കുക എന്നതാണ് ഇപ്പോൾ പുതിയ ഉത്തരവ്. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, സിൻഡിക്കേറ്റിനെതിരെ സർവകലാശാലയ്ക്കെതിരെ വീണ്ടും വി സിയുടെ നീക്കങ്ങൾ വരികയാണ്. കുറച്ച് ദിവസമായി വി സിയുടെ അനക്കമൊന്നുമില്ലായിരുന്നു. ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെയൊക്കെ ഭാഗമായിട്ട് വല്ലാതെ സൈലന്റ് ആയിരുന്നു. എന്നാൽ വി സി വീണ്ടും കളത്തിലേക്ക് ഇറങ്ങുകയാണ്. എന്താണിപ്പോൾ ഡോക്ടർ മോഹനൻ കുന്നുമേലിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഉത്തരവ്? മനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സർവകലാശാലയിൽ സിൻഡിക്കേറ്റിനെതിരെയുള്ള നിലപാടുമായി രംഗത്ത് വരികയാണ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമൽ എന്നുള്ള കാര്യം തന്നെയാണ്. നേരത്തെയും ഒരു തവണ സിൻഡിക്കേറ്റ് യോഗം ചേരാൻ വേണ്ടി മാത്രമേ സിൻഡിക്കേറ്റ് റൂം ഉപയോഗിക്കാവൂ എന്നുള്ളൊരു നിയന്ത്രണം കൊണ്ടുവന്നിരുന്നു. പക്ഷെ അന്ന് ഉത്തരവിറക്കിയിരുന്നില്ല. ഇന്നിപ്പോൾ വീണ്ടും ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ വി സി നടത്തിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ഉത്തരവിൽ പറയുന്നത് സിൻഡിക്കേറ്റ് റൂം ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. റൂം അനുവദിക്കുക സിൻഡിക്കേറ്റ് യോഗത്തിനും ആ യോഗത്തിന് മുന്നോടിയായി ചേരുന്ന സ്ഥിരം സമിതി യോഗത്തിനും വേണ്ടി മാത്രമേ സിൻഡിക്കേറ്റ് യോഗം തുറന്നു തരികയുള്ളൂ എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് നിലവിൽ ഈ ഒരു ഉത്തരവിലൂടെ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അത്യാവശ്യ ഘട്ടത്തിൽ വി സിയുടെ മുൻകൂർ അനുമതി വേണം. യോഗം ചേരണമെങ്കിൽ വി സിയുടെ അനുമതി ഇല്ലാതെ ഒരു തരത്തിലും യോഗം ചേരാൻ സിൻഡിക്കേറ്റ് റൂം അനുവദിക്കുകയില്ല എന്നുള്ളതും എടുത്തു പറയുന്നു. അതിന് പുറമെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ഉപസമിതി യോഗങ്ങളും ചേരുന്നതിന് ഇതും ഈ സിൻഡിക്കേറ്റ് റൂമിൽ തന്നെയാണ് ചേർന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള യോഗങ്ങൾക്ക് ഡീൻസ് റൂമോ അല്ലെങ്കിൽ IQAC ഹാളോ അതിനുവേണ്ടി ഉപയോഗിക്കുക എന്നുള്ളൊരു നിർദ്ദേശമാണ് നിലവിലിപ്പോൾ വി സി നൽകിയിരിക്കുന്നത്. ഏതായാലും സിൻഡിക്കേറ്റ് അംഗങ്ങൾ നേരത്തെ തന്നെ ഇത്തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ രജിസ്ട്രാർ ഇൻചാർജ് മുഖേന ഇത്തരത്തിലൊരു ഉത്തരവിറക്കിയതിനെതിരെയും ശക്തമായ വിയോജിപ്പ്. ഈ ഉത്തരവൊക്കെ നടപ്പാക്കാനുള്ള എന്തെങ്കിലും സാധ്യത നമ്മൾ കാണുന്നുണ്ടോ? ഇതാരെങ്കിലും അംഗീകരിക്കുമോ ഷീജ? അതാണ് മറ്റൊരു വസ്തുത മനു. അതായത് ഓരോ തവണയും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഉത്തരവിലൂടെ ഇറക്കുന്നു. പക്ഷേ ഇതൊന്നും അംഗീകരിക്കാൻ സിൻഡിക്കേറ്റോ ഉദ്യോഗസ്ഥരോ തയ്യാറാകുന്നില്ല, സർവകലാശാലയിലെ ജീവനക്കാരോ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു സമീപനം അത് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ കാണുന്നതാണ്. അതുകൊണ്ട് ഇതിലും സമാനമായൊരു രീതി തന്നെയായിരിക്കും. പക്ഷെ ഇതിൽ മറ്റൊരു കാര്യമുള്ളത്, ഈ സിൻഡിക്കേറ്റ് റൂം പൂട്ടി താക്കോൽ വി സിയുടെ മുറിയിൽ വെക്കാനുള്ള ഒരു നിർദ്ദേശം അതുകൂടിയുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി.